ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ അല്പസമയ ചിന്തയ്ക്കായിട്ട് റോമർ 16:1-2 വാക്യങ്ങൾ വായിക്കുന്നു. നമ്മുടെ സഹോദരിയും സഭയിലെ ശുശ്രൂഷക്കാരത്തിയുമായ ഫേബയെ ഞാൻ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. അവൾ പലർക്കും സഹായം ചെയ്തിരിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു സഭാ ശുശ്രൂഷകനോട് അദ്ദേഹം ഏറ്റവും ഇഷ്ടപ്പെടുന്ന വേദഭാഗം ഏതെന്ന് ചോദിച്ചപ്പോൾ റോമർക്ക് എഴുതിയ ലേഖനത്തിന്റെ ഒടുവിലത്തെ അധ്യായമാണെന്നാണ് മറുപടി പറഞ്ഞത്. ചോദ്യകർത്താവ് ആ ഭാഗം എടുത്തു നോക്കിയിട്ട് വിസ്മയപൂർവ്വം പറഞ്ഞു, അത് വളരെ വിചിത്രമായിരിക്കുന്നുവല്ലോ. അവിടെ കുറെ പേരുകൾ മാത്രമാണല്ലോ കാണുന്നത്. അതെ, പട്ടക്കാരൻ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ഭാഗം ഇഷ്ടപ്പെടുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നവരെല്ലാവരും വിവിധ സ്വഭാവക്കാരായിരുന്നു. എങ്കിലും ഓരോരുത്തർക്കും അവരവരുടെ പ്രത്യേകമായ സേവനങ്ങൾ നിർവഹിക്കാനുണ്ടായിരുന്നതായും നിർവഹിച്ചതായും കാണുന്നു. കർത്താവ് അവരെ ഓരോരുത്തരെയും വ്യക്തിപരമായി സ്നേഹിക്കുകയും അവരുടെ സേവനങ്ങളെ അംഗീകരിക്കുകയും ചെയ്യുന്നു എന്ന് നമ്മെ അറിയിക്കുന്നതിനായി പരിശുദ്ധാത്മ നിയോഗപ്രകാരം അവരുടെ പേരുകൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഫേബ എന്ന സ്ത്രീയെ അഭിനന്ദിച്ചുകൊണ്ടാണ് പൗലോസ് റോമർക്കുള്ള ലേഖനത്തിന്റെ 16-ാം അധ്യായം ആരംഭിക്കുന്നത്. അവൾക്ക് എപ്പോഴെങ്കിലും അവരുടെ സഹായം ആവശ്യമുണ്ടാകുമ്പോൾ അത് ചെയ്തു കൊടുക്കണമെന്ന് പൗലോസ് വിശ്വാസികൾക്ക് നിർദ്ദേശം നൽകുന്നു. അതിന്റെ കാരണവും അപ്പോസ്തലൻ പറയുന്നു. അവൾ പലർക്കും, വിശേഷാൽ എനിക്കും സഹായം ചെയ്തിരിക്കുന്നു. ഫേബ എന്ന ഈ സ്ത്രീയുടെ പേര് ബൈബിളിൽ മറ്റൊരിടത്തും കാണുന്നില്ല. തങ്ങളുടെ മുഴുവൻ സമയവും ക്രിസ്തീയ വേലയിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ് ഏറ്റവും ഫലപ്രദമായ ശുശ്രൂഷ നിർവഹിക്കുന്നതെന്നത്രേ നാം പലപ്പോഴും ചിന്തിക്കാറുള്ളത്. പേരുകൾ വെളിച്ചത്ത് വരാത്ത അനേക വിശ്വാസികളുടെയും വിശ്വസ്ത സേവനങ്ങളെ നാം അംഗീകരിക്കാതെ പോകുന്നു. ആശ്വാസവും സഹായവും ആവശ്യമായുള്ള സമീപവാസികളോട് ക്രിസ്തീയ സ്നേഹവും കരുതലും കാണിക്കുന്ന സാധാരണ വിശ്വാസികൾ ഈ കൂട്ടത്തിൽ ഉൾപ്പെടുന്നു. കർത്താവിന്റെ വേലയിൽ പൊതുജനങ്ങളുടെ അംഗീകാരം നേടിയവരെ ബഹുമാനിക്കുക സ്വാഭാവികമാണ്. എന്നാൽ ഫേബയെ പോലുള്ളവരെയും പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവാൻ നാം ശ്രദ്ധിക്കേണ്ടതാണ്. പ്രിയരെ, കർത്താവിന് വേണ്ടി നമ്മൾ അർപ്പണ ബുദ്ധിയോടെ നിർവഹിക്കുന്ന സേവനം ജീവിത പോരാട്ടത്തിൽ വിഷമിക്കുന്ന ഏതെങ്കിലും ഒരു വിശ്വാസിയെ വിജയത്തിൽ എത്തിക്കുന്നതിന് പര്യാപ്തമായേക്കാം. അപ്രകാരമുള്ള സഹായം ഒരിക്കലും വിസ്മരിക്കപ്പെടുകയില്ല. വിശ്വസ്തതയായ ഫേബ നമ്മോടൊപ്പം ദൈവം തൻ്റെ ബഹുമതി ലിസ്റ്റിൽ നമ്മുടെ പേരും അപ്പോൾ ചേർക്കും. പ്രസിദ്ധനാകുവാനല്ല, വിശ്വസ്തനാകുവാനാണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്. ഇന്ന് പൗൽക്കാലം അവിശ്വസ്തയായ ഫേബയെ പോലെ നമുക്ക് ഓരോരുത്തർക്കും വിശ്വസ്തരായി തീരാം. അനേകർക്ക് സഹായം ചെയ്യുവാൻ ഈ പകൽക്കാലം നമുക്ക് എഴുന്നേൽക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.